നമസ്കാരം സാർ. നമസ്കാരം സാറേ, നമുക്ക് ഇപ്പോൾ ഏതൊരു ഇടതുപക്ഷ ഭരണകാലത്തും കണ്ണൂർ CPM ആ ഭരണത്തിന് ഒരു ബാധ്യതയായി തീരുന്ന ഈ കഴിഞ്ഞ പിണറായി സർക്കാർ ഒഴികെ, സാർ നീണ്ടകാലം പത്രപ്രവർത്തകൻ, ഈ മേഖലയിലുള്ള രാഷ്ട്രീയ നിരീക്ഷകനായ ഒരു പത്രപ്രവർത്തകനാണ്. നമ്മൾ കണ്ടിട്ടുള്ളത് കണ്ണൂർ എന്ന് പറയുന്ന കണ്ണൂർ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു ബാധ്യത കണ്ണൂർ ലോബി എന്ന് തന്നെ നമ്മൾ പറയും. ഇപ്പോൾ ഈ ഭരണത്തിലും കണ്ണൂരത്തെ CPM കേരളത്തിലെ CPM-ലെ സംസ്ഥാന ഘടകത്തിന് ഒരു തലവേദനയായി മാറുന്നു. അതിൻ്റെ തുടക്കം P. ശശി എന്ന പേരിൽ ഇങ്ങോട്ട് നമ്മൾ ആ പേര് നിന്നോട്ടെ. സാറിൻ്റെ ഒരു നിരീക്ഷണത്തിൽ അതൊന്ന് പറയാമോ? എന്താണ് അതിനകത്ത് ശരിക്കുള്ള വിഷയം? CPM ഇന്ത്യയിലെ CPM എന്ന് പറഞ്ഞാൽ കണ്ണൂർ പാർട്ടിയാണ്. CPM എന്ന് പറയുന്നത് ഇന്ത്യയിൽ കണ്ണൂരിലെ CPM ആണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് ആണ്. കണ്ണൂരിൽ നിന്നാണ് പോളിറ്റ് ബ്യൂറോയിൽ എത്ര മെമ്പേഴ്സാണ്? തീർച്ചയായിട്ടും. പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചുപോയി, ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ, ഇല്ല ഒന്നില്ല. അപ്പോൾ ഈ തുടർച്ചയായിട്ട് കണ്ണൂരിലുള്ള നേതാക്കളാണ് പാർട്ടി ശരിക്കും. ബാക്കി എല്ലായിടവും പേരിന് കമ്മിറ്റികളൊക്കെ ഉണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് ഫോളോവേഴ്സ്, അന്ധവിശ്വമായി പാർട്ടിയെ ഫോളോ ചെയ്യുന്ന ആളുകൾ കണ്ണൂരിലാണ്. അത് എത്രയോ ഈ പാർട്ടിയുടെ ആരംഭകാലം മുതലേ, ഒരു 64 മുതലേ. പക്ഷേ അന്നത്തെ പാർട്ടിയല്ല ഇപ്പോഴത്തെ പാർട്ടി. ഇപ്പോൾ പാർട്ടി ഈ ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ പാർട്ടിയാണ്. അതാണ് കറക്റ്റ് പ്രയോഗം, ചങ്ങാത്ത മുതലാളിത്തം തന്നെയാണ്. അപ്പോൾ പാർട്ടി ഈ ക്രോണിക് ക്യാപിറ്റലിസത്തിൻ്റെ പ്രണേതാക്കളായി മാറിയതോടുകൂടി കണ്ണൂരിലെ പാർട്ടി അധപ്പതിച്ചു. കണ്ണൂരിലെ പാർട്ടി അധപ്പതിച്ചപ്പോൾ അതേ പ്രൊപ്പോർഷനിൽ പാർട്ടിയുടെ ഇതര കമ്മിറ്റികളും സംസ്ഥാനത്തുടനീളം അസ്തമിച്ചു. പിന്നെ ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ പാർട്ടി ഒരു ബോർഡ് മാത്രമാണ്. ഈ കേരളത്തിന് വെളിയിൽ ഇന്ന് MP-മാരും MLA-മാരും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് ഘടകകക്ഷികളുടെ വോട്ട് കൊണ്ടാണ്. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ്റെ പാർട്ടിയുടെ DMK-യുടെ വോട്ട് കൊണ്ട് MP ഉണ്ടായി, മധുരയിൽ നിന്ന് MP ഉണ്ട്. അതേപോലെ ഓരോ സ്ഥലത്തു നിന്നും, കാശ്മീരിൽ നിന്ന് വരെ. കാശ്മീരിൽ എത്ര കമ്മ്യൂണിസ്റ്റുകാരുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പം കണ്ണൂരിലെ പാർട്ടിയാണ് CPM. അപ്പോൾ കണ്ണൂർ ലോബി സാധാരണഗതി ഭരിക്കാൻ വരുമെന്ന് പറയുന്നതിനകത്ത് എല്ലാ അർത്ഥത്തിലും അതിൽ പോസിറ്റീവായും നെഗറ്റീവായും അത് ശരിയാണ്. അത് ആണ് പാർട്ടിയുടെ അപജയം എന്ന് പറയുന്നത്. കണ്ണൂരിലെ പാർട്ടി അധപ്പതിച്ചത് കൊണ്ടാണ്. കണ്ണൂരിൽ ഇപ്പോൾ 3 ജയരാജന്മാർ, അത് 3 ജയരാജന്മാരിപ്പോൾ 3 കമ്പയിലാണ് അല്ലേ? P. ജയരാജനായാലും MP ജയരാജനായാലും EP ജയരാജൻ ഇപ്പോൾ പാർട്ടി നടപടികൾക്ക് വിധേയനായി സൈലൻ്റായി നിൽക്കുകയാണ്. ജയരാജനെ തൊടാൻ എന്താ പേടിയാണെന്നാണ് കൊല്ലത്തെ സമ്മേളനത്തിൽ ചർച്ച വരുന്നത്. അപ്പോൾ മുമ്പെങ്ങും ഇല്ലാത്ത വിധം പാർട്ടിക്കകത്ത് പ്രാദേശിക സമ്മേളനത്തിൽ അതിരൂക്ഷമായ വിമർശനം ഭരണ നേതൃത്വത്തിനും പാർട്ടി നേതൃത്വത്തിനെതിരെ ഉയർന്നു കേൾക്കുന്നു. അത് പണ്ടൊക്കെ ആണെങ്കിൽ അത് പാർട്ടിയുടെ അച്ചടക്ക സമിതിക്കുള്ളിൽ നിന്ന് അത് ജനമറിയാതിരിക്കുകയായിരുന്നു, പോവുമായിരുന്നു. ഇപ്പം മലപ്പുറം സമ്മേളന കാലം മുതൽ പാർട്ടിയുടെ ഇന്നർ മീറ്റിങ്ങിലെ ചർച്ചാ വിഷയം പോലും മാധ്യമങ്ങളിലെത്തുന്നു. അതിപ്പോൾ അതിനകത്ത് ഇരിക്കുന്ന ആളുകൾ തന്നെ മാധ്യമ സുഹൃത്തുക്കൾക്ക് വാട്സാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ വളരെ കൂടുതലാണ്. അപ്പോൾ പാർട്ടിയുടെ അച്ചടക്ക സ്വഭാവം എന്നേ നഷ്ടപ്പെട്ടു. അത് തന്നെ സൂചിപ്പിക്കുന്നത് CPM പഴയതുപോലുള്ളൊരു കേഡർ സ്വഭാവവും അച്ചടക്കവുമുള്ള പ്രസ്ഥാനമല്ല. അത് ഒരു ബൂർഷ്വാ പാർട്ടിയുടെ എല്ലാ ദൗർബല്യങ്ങളും പ്രകടിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമായി. അത് അങ്ങനെ സംഭവിക്കാൻ കാരണം പാർട്ടിയുടെ മൊത്തം ക്യാരക്ടർ തന്നെ മാറി. പാർട്ടിയുടെ നേതാക്കളും ആ നേതാക്കളുടെ കുടുംബവും ഒക്കെ മാതൃകാപരമാകുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവരെ നോക്കുക, അവരെത്ര അച്ചടക്കത്തോടെയാണ് ഒരു പാർട്ടി പ്രസ്ഥാനത്തിൽ ആത്മാർത്ഥതയോടെ വിശ്വസിച്ച് നിൽക്കുന്ന ആളുകളാണ്. അവരൊരു പ്രസ്ഥാനത്തിൻ്റെ പ്രണേതാക്കളും വക്താക്കളുമാണ്. അവരുടെ ജീവിതം ഇതരരായ ആളുകൾക്ക് എപ്പോഴും മാതൃകയായിരുന്നു. ആ കാലമൊക്കെ പോയില്ലേ? അതേസമയത്ത് ഇപ്പം നോക്കൂ, എല്ലാ പാർട്ടിയിലുള്ളയും നേതാക്കളുടെ ദോഷത്തിന് ഉപരി എല്ലാവരെയും അതിലംഘിക്കുന്ന തരത്തിലുള്ള അഴുക്ക് ജീവിതം പാർട്ടി നേതാക്കൾക്ക് വന്നു. അതാണ് അതിന് ഉദാഹരണമായിരിക്കും പാലക്കാട് ഈ സരിനെയൊക്കെ പാർട്ടിയിലേക്ക് അങ്ങനെ വരുമ്പോൾ ഏത് ബൂർഷ്വാ പാർട്ടിയിലുള്ള നേതാക്കൾ ഇതിനേക്കാളും ഭേദമായിരിക്കും. അങ്ങനെ അവർക്ക് ഇതിൽ ചേരാൻ എളുപ്പമാണ്. കാരണം അതിന് പാർട്ടിയുടെ ക്യാരക്ടറൊക്കെ മാറി. അപ്പം
ഏത് ആളിനും അതിൻ്റെ സുഹൃത്താക്കി തീരാൻ പറ്റും. ചോദിച്ചോട്ടെ സാർ, ഈ സംസ്ഥാന സമ്മേളനം കഴിയുന്നതോടുകൂടി, ഈ 24ാം പാർട്ടി കോൺഗ്രസ് കഴിയുന്നതോടുകൂടി കേരളത്തിലുള്ള പാർട്ടിയെങ്കിലും ഇനി അവശേഷിക്കുമോ? കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ലോകത്ത് നിലനിൽക്കാൻ അർഹതയില്ലാത്തതുമാണ്, നിലനിൽക്കാനുള്ള സാധ്യതയില്ലാത്തതുമാണ്. കാരണം ആശയ അടിത്തറയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്നേ പോയില്ലേ. പിന്നെ സോവിയറ്റ് യൂണിയൻ്റെ പതനത്തോടുകൂടി ഇവർക്കൊരു ലോക മാതൃകയില്ലാതെയായി. ഇനി ഇപ്പോൾ കുറേ കാലം അതിന് ശേഷം ക്യൂബയും ചൈനയും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ചൈന എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ഇവർ പറയുന്നത് അതൊക്കെ എന്ത് കമ്മ്യൂണിസ്റ്റ് നേതാവാണ്? ഇപ്പോൾ ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ ഭരിച്ചു? ഇപ്പോൾ അവിടുന്ന് ഇല്ല. അത് അവിടെ നിലനിൽക്കുന്ന യാഥാസ്ഥിക കക്ഷികൾക്ക് ഭരണത്തിൻ്റെ ക്ഷീണം സംഭവിക്കുമ്പോൾ ഇപ്പോൾ ബ്രിട്ടനിൽ ടോറി പാർട്ടി മാറി ഇപ്പോൾ ലേബർ പാർട്ടി വന്നു. ആ ലേബർ പാർട്ടി എന്ന് പറയുന്നത് കേൾക്കുന്നോടനെ പേര് കൊണ്ട് അത് നമ്മുടെ പാർട്ടിയാണ്, ചെങ്കൊടി പാർട്ടിയാണെന്നങ്ങ് കരുതുന്ന എത്രയോ പാവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഈ കൺസർവേറ്റീവ് പാർട്ടിയും ലേബർ പാർട്ടിയും തമ്മിൽ ക്യാരക്ടറിൽ പേരിലുള്ള വ്യത്യാസമേ ഉള്ളൂ. അവരുടെ രാജ്യത്തോടുള്ള അവരുടെ താല്പര്യത്തിൽ അവർ ഏറെക്കുറെ സമാനമാണ്. അമേരിക്കയിൽ നോക്കൂ, റിപ്പബ്ലിക്കനും ഡെമോക്രാറ്റ്സും അടിസ്ഥാനപരമായി എന്താ വ്യത്യാസം? അവർക്കുള്ള അവരുടെ താല്പര്യം അവരുടെ ഫസ്റ്റ് അമേരിക്ക. അപ്പോൾ കൺസർവേറ്റീവ് ആയാലും ഡെമോക്രാറ്റ് ആയാലും അമേരിക്കയുടെ താല്പര്യത്തിനായിരിക്കും ഒരു 90% മുൻതൂക്കം. ഈ 10% വ്യത്യാസമേ ഈ പാർട്ടികൾ തമ്മിൽ നയപരമായി ഉള്ളൂ. ഫോറിൻ പോളിസിയിൽ ചില വിട്ടുവീഴ്ചകൾ, അവരുടെ ആയുധ വ്യാപാരത്തിലും ന്യൂക്ലിയർ പോളിസിയിലും ഒക്കെയുള്ള ചില നയങ്ങൾ വ്യത്യാസം, എമിഗ്രേഷൻ പോളിസിയിൽ ചില രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം, ഏറ്റക്കുറച്ചിൽ, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിലെ വളരെ മൈന്യൂട്ടായ ചില വ്യത്യാസങ്ങൾ മാത്രമല്ല. അല്ല, ഇതിൻ്റെ അടിസ്ഥാന സ്വഭാവം മാറുന്നില്ല. അതേപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് ആശയഗതി, ഇതിനൊന്നും ഭാവിയില്ല. ഇല്ല. അത് നമ്മളെക്കാളും ഒക്കെ വൃത്തിയായിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയാം. അവരപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ അവസരം, ജനങ്ങൾ അറിയാതെ കൊടുത്തിരിക്കുന്ന ഈ പിന്തുണ, പരമാവധി ഭരണത്തിൻ്റെ ഉള്ളുകളികളിൽ നിന്നുകൊണ്ട് അതിനെ മുതലാക്കാൻ. ബംഗാളിൽ സംഭവിച്ചതുപോലെ ഈ അടുത്തൊരു 5 കൊല്ലം കൂടെ ഒന്നും വേണ്ട. 5 കൊല്ലം കൂടെ ഭരണം കിട്ടി അതിനു മുമ്പ് തന്നെ ഈ പാർട്ടി തകരും. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കണ്ടു, കമ്മ്യൂണിസ്റ്റ് അല്ല, BJPയുടെ പ്ലാൻ അത് തന്നെയാണ്. ഇത് സ്വയം ജീർണിച്ചു പോകും. ഒരു തവണയും കൂടെ അധികാരത്തിൽ വന്നാൽ അങ്ങനെ ആകുമെന്ന് ഇപ്പൊ 2ാം തവണ വന്നപ്പോൾ വ്യക്തമായി അല്ലേ? സച്ചിദാനന്ദൻ പറഞ്ഞല്ലോ, പാർട്ടിക്ക് വീണ്ടും ഭരണം കിട്ടിയത് കൊണ്ട് സംഭവിച്ചത് പാർട്ടി നശിച്ചു എന്നാണ്. അതെ, തീർച്ചയായിട്ടും. ഭരണം കയ്യിലുണ്ട്, പാർട്ടി ഇല്ലാതെയായി. അപ്പോൾ ഒരു തവണയും കൂടെ കിട്ടിയാലോ? ഭരണം കിട്ടും, പാർട്ടി വട്ടപ്പൂജ്യമാകും, ജനങ്ങൾ ഒഴുകി പോകും. സാർ, അപ്പോഴേ സാർ, ഇനി ഈ പറയുന്ന പോലെ ഈ ഒരു തദ്ദേശ ഇലക്ഷൻ വരികയാണ്. പത്തനംതിട്ടയാണ് ഈ പറയുന്ന നവീൻ ബാബു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഈ പ്രാദേശിക തലത്തിൽ CPM-ന് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായി തീരും എന്നൊക്കെ അങ്ങനെ ഒരു തോന്നൽ സാറിനുണ്ടോ? പത്തനംതിട്ടയിലാണ് സംഭവിച്ചത് എന്നുണ്ടെങ്കിലും ഇത് പാർട്ടി കുടുംബത്തിൽ ഒരാൾക്ക് സംഭവിച്ചതാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെക്കാൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഇന്ന് വളരെ അലർട്ടാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ ഈ സംഭവത്തിൽ വളരെ ഇതായിട്ട് സർക്കാരിനെതിരെ ഭയങ്കരമായിട്ട്, ഇപ്പം ഈ പറയപ്പെടുന്ന PP ദിവ്യ, പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി തുടങ്ങിയിട്ടുള്ളവർ ഉള്ള കഥയായാലും ഇല്ലാ കഥയായാലും ഇപ്പൊ ഇതിൽ വരുന്ന പല കണ്ടുപിടുത്തങ്ങളും പോലീസ് കണ്ടുപിടിക്കാത്ത കാര്യങ്ങൾ പോലും വാർത്ത പോലെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് സാർ, ഈ പഞ്ചായത്ത് ഇലക്ഷനിലെങ്കിലും ഇതിനൊരു പ്രതിഫലനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടാകും? തീർച്ചയായിട്ടും അത് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ പഞ്ചായത്തിലേക്ക് നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പുകളിലുണ്ടല്ലോ, അതിൽ തന്നെ ഈ നവീൻ ബാബുവിൻ്റെ ദുരൂഹമരണം വിഷയമായിട്ടുണ്ട്. പാർട്ടിക്ക് സീറ്റ് കുറഞ്ഞതിൽ, വോട്ട് കുറഞ്ഞതിലും 3ാം സ്ഥാനത്ത് പോയിട്ടുണ്ട് കൊടുങ്ങല്ലൂരൊക്കെ പാർട്ടി സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്ത്. അപ്പോൾ സാർ, ഈ തദ്ദേശ ഇലക്ഷനിൽ ഇപ്പൊ നമ്മൾ കണ്ടത് 3ാം സ്ഥാനത്തേക്ക് വരെ കൊടുങ്ങല്ലൂർ പോയി എന്ന് പറഞ്ഞു. ഈ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും സർക്കാരിനെതിരെ ഉണ്ടായിരിക്കുന്ന വികാരം കോൺഗ്രസ് നിലനിർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ അത് ഈ പറയുന്ന തുടർഭരണത്തിനൊരു തടയിടാൻ കഴിയില്ലേ എന്നൊരു ഇതുകൂടെ സാധാരണ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്. അത് കോൺഗ്രസിനെ ആശ്രയിച്ചിരിക്കും.
കോൺഗ്രസിനകത്ത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പോൾ KPCC പ്രസിഡന്റിനെ മാറ്റുന്നതിനെ കുറിച്ചുള്ള ചർച്ച അവിടെ വലിയ കോലാഹലമായി. അപ്പോൾ ചാണ്ടി ഉമ്മനെ പാലക്കാട് പരിഗണിച്ചില്ല. പാലക്കാട് ഇലക്ഷനിൽ എല്ലാ MLA-മാർക്കും ഓരോ ദൗത്യം കൊടുത്തപ്പോൾ ചാണ്ടി ഉമ്മൻ MLA-ക്ക് യാതൊരു റോളും ഇല്ലായിരുന്നു. അയാൾ ഓപ്പണായിട്ട് പരാതി പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അയാളെ സാന്ത്വനപ്പെടുത്താനായിട്ട് ചർച്ചകൾ നടത്തുകയാണ്. അപ്പോൾ അത്തരം ഇഷ്യൂസ് കോൺഗ്രസ്സുകാർക്ക് പിന്നെ നിരപ്പായി കൊണ്ടുപോകാൻ പറ്റാത്ത തരത്തിലെ ചില ദൗർബല്യങ്ങൾ ആ പാർട്ടിക്കുണ്ട്. അപ്പോഴും നവീൻ ബാബു ഇഷ്യൂ എന്ന് പറയുന്നത് കോൺഗ്രസ് വിചാരിക്കാതെ തന്നെ ഭരണകക്ഷിക്ക് എതിരാണ് ഇഷ്യൂ. കാരണം അത് കൈകാര്യം ചെയ്ത രീതി, നവീൻ ബാബുവിനെ പിന്നെ ആത്മഹത്യ ചെയ്തതെന്ന് വരുത്താനുള്ള ഒരു തീവ്രമായ ശ്രമം നടന്നു. എന്നാൽ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതല്ലെന്ന് ധരിക്കാവുന്ന തരത്തിലുള്ള സാഹചര്യ തെളിവുകൾ ധാരാളമുണ്ട്. കാരണം അതിന് ഇൻക്വസ്റ്റ് നടത്താനുള്ള തിടുക്കം, പോസ്റ്റ്മോർട്ടം നടത്താൻ പരിയാരത്തേക്ക് കൊണ്ടുപോയത് തൊട്ടടുത്ത് ജില്ലാ ആശുപത്രി ഉണ്ടായിരിക്കെ. കോഴിക്കോട് കൊണ്ടുപോകാമായിരുന്നു. കോഴിക്കോട് കുറെ കൂടെ ദൂരമാണെന്ന് വെക്കാം. കൊല്ലം ജില്ലാ ആശുപത്രികൾ അല്ല, കണ്ണൂർ ജില്ലാ ആശുപത്രി ഉണ്ട്. അതിനേക്കാൾ ദൂരമാണ് പരിയാരം. അപ്പോൾ അങ്ങനെ പിന്നെ പിന്നെ അയാളുടെ ആത്മഹത്യ രീതി, അയാളൊരു ആശ കെട്ടിയ ചരടിലും കണ്ട് കെട്ടിത്തൂങ്ങി മരിച്ചു എന്നാണ്. അപ്പോൾ മുനീശ്വരൻ കോവിൽ അയാളെ വിട്ടിട്ട് പോയി എന്ന് ഡ്രൈവർ ഷംസുദ്ദീൻ പറയുന്നു. എന്നിട്ട് ഷംസുദ്ദീൻ്റെ അടുത്ത മൊഴി, ഡോറ് തുറന്ന് വീടിൻ്റെ കതക് തുറന്ന് കിടന്നതുകൊണ്ട് ഞാൻ ഭയന്നകത്തോട്ട് കയറിയില്ല. വീട് തുറന്ന് കിടന്നാൽ ഇയാളെന്തിനാ ഭയക്കുന്നത്? തീർച്ചയായിട്ടും. അപ്പോൾ ഇയാളെ ചോദ്യം ചെയ്തില്ല. മുനീശ്വരൻ കോവിൽ വിട്ടിട്ട് പോയ ആൾ എങ്ങനെ തിരിച്ച് വീട്ടിലെത്തി? അത് അയാൾ ഒരു ഓട്ടോറിക്ഷയിലാണ് പോയതെന്ന് പറയുന്നത്. ആ ഓട്ടോറിക്ഷക്കാരനെയൊക്കെ കേരള പോലീസ് ചോദ്യം ചെയ്തോ? തീർച്ചയായിട്ടും അത് കിട്ടാൻ വലിയ പാടൊന്നുമില്ല. ഇല്ല, വളരെ എളുപ്പമല്ലേ അയാളെ. അപ്പം ഇതുപോലെ നമുക്ക് യുക്തിക്ക് നിരക്കാത്ത ഒരുപാട് ചോദ്യങ്ങൾ പോലീസ് വിട്ടുകളഞ്ഞു. ബന്ധുക്കളുടെ സാന്നിധ്യമില്ലാതെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും നടത്തിക്കൂടാ. പിന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയ പ്രജിത്ത് എന്ന് പറയുന്ന ഡോക്ടർ പരിയാരം, അയാളുടെ ബാക്ക്ഗ്രൗണ്ട്, അയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലം, ഇതൊക്കെ ഒരുപാട്. പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തി, പ്രശാന്തൻ അയാൾക്ക് ഒരു പെട്രോൾ പമ്പ് അനുവദിക്കുന്നതിൽ അഴിമതി നടത്തിയതാണ്. അയാൾക്ക് ബന്ധമുണ്ട് സാർ. ഇവിടെ മുഹമ്മദ് റിയാസിന്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള സാറിന് ഞാൻ പേര് അറിയാവുന്ന ആളുണ്ട്. അപ്പോൾ അയാളുടെ പരാതി എന്ന് പറയുന്നത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ പരാതിയാണ്. പ്രശാന്തനെന്നും പ്രശാന്തെന്നും പേര് ഇല്ല, രണ്ട് ഐഡന്റിറ്റി. അതുപോലെ AK സെന്ററിലെ ഓഫീസ് സെക്രട്ടറി എന്ന് പറയുന്നതും ഇതിനകത്ത് കളിയുള്ള. പിന്നെ അതിനകത്ത് വേറൊരു വീഴ്ച അവർക്ക് പറ്റി. ഇയാൾക്കുള്ള പേരിലുള്ള ഈ പെട്രോൾ പമ്പ് ബിനാമി ഇടപാടാണെന്ന് വളരെ വ്യക്തമല്ലേ? കാര്യം എന്താണെന്ന് വെച്ചാൽ അയാൾ ഗവൺമെന്റിന്റെ ശമ്പളം പറ്റുന്ന ഒരു എംപ്ലോയിയാണ്. അങ്ങനെയുള്ള ഒരാളിന് ഒരു പ്രൈവറ്റ് ബിസിനസ് ജീവനക്കാരനാണ് എങ്കിൽ പോലും അയാൾക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരെണ്ണത്തിന് അനുമതി കൊടുത്തത് ഏത് വഴിയിൽ സാർ? അപ്പോഴേ സാർ ഈ ഒരു സെനേറിയോ വിജയമാക്കി മാറ്റാൻ കോൺഗ്രസ് ഇതുവരെ വിജയമാണോ പരാജയമാണോ? കോൺഗ്രസ് ഈ വിഷയങ്ങളും ജനകീയ വിഷയങ്ങളൊന്നും എടുത്തല്ല അവരുടെ വോട്ട് മൊബിലൈസ് ചെയ്യുന്നത്. ഒരു വലിയ വിഷയമാണ്. അത് കോൺഗ്രസിന്റെ ചുണ്ടയിലുള്ള അല്ലേ, കൊക്കിലെ മുള്ളാണ്. അതെ, മുസ്ലിം ലീഗ് 3 തട്ടിലാണ്. അതെ. അപ്പോൾ നമുക്ക് ഈ പൊതുജനം എന്ന് പറയുന്നത് ശരിക്കും ഈ ഭരണത്തെ ശരിക്കും വെറുത്ത് ഇരിക്കുന്ന ഈ ഒരു സന്ദർഭമാണ്. ഇപ്പൊ കോടതി വിധി നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് കോടതി എന്തായി അവരുടെ ഇന്ന് വാദം കേട്ടിട്ടേ ഉണ്ടാവുള്ളൂ. എന്തായാലും എന്തുകൊണ്ട് CBI ഏൽപ്പിക്കുമെന്ന് തീരുമാനമൊന്നും വരത്തില്ല. കാര്യം വിശദമായ വാദം ഇനിയും തുടരാനാണ് സാധ്യത, അല്ലെ? സാധാരണ അവസാനം കേട്ടത് വാദം തുടരുന്നു എന്നാണ് നമ്മൾ കേട്ടത്. അതെ. അല്ല, CBI തന്നെ വേണമോ എന്ന സംശയം ഇപ്പോൾ കോടതി ഉന്നയിക്കുന്നു. കേരള പോലീസിന്റെ യോഗ്യതയെയും അവരുടെ കഴിവിനെയും കുറച്ച് കാണാനാവില്ല എന്നും കോടതി പറയും. ഇവിടെ കാണിച്ചിരിക്കുന്ന കേരള പോലീസ് എന്നാൽ കോടതി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരള പോലീസ് കേരളത്തിലെ ഭരണത്തിന്റെ ആജ്ഞാനുവർത്തികളാണ്. അവരുടെ അവര് ഇതുവരെ ഈ കേസിൽ കാണിച്ചിട്ടുള്ളത് ഇപ്പൊ കോടതി പരിശോധിച്ചതല്ലേ പിന്നെ കേസ് ഡയറി. ആ കേസ് ഡയറി കുറ്റമറ്റതാണോ? ഇതിനകത്ത് അലിബീസ് ഉണ്ടോ, പൊരുത്തക്കേടുണ്ടോ? ഇത് കോടതിക്ക് മനസ്സിലാകുന്നതല്ലേ. അപ്പോൾ കോടതി അന്തിമമായിട്ട് എന്താ പറയാൻ പോകുന്നതെന്ന് നമുക്കറിയാത്തതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ഒരു കമൻറ്റ് ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ കോടതി CBIക്ക് വിടുന്നില്ലെങ്കിൽ ഈ കേസിലെ വസ്തുതകൾ പുറത്തു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഈ ഭരണം ഇരിക്കുന്നിടത്തോളം കാലം.
കാരണം ഈ നിലവിലുള്ള എല്ലാ സംസ്ഥാന പോലീസ് സംവിധാനവും സ്വാധീന വിധേയമാണ്. അത് പിണറായി വിജയൻ പോലീസ് മന്ത്രിയായി തുടരുന്നിടത്തോളം കാലം നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ പിന്നിലെ വസ്തുതകൾ ജനങ്ങൾ യഥാർത്ഥത്തിൽ അറിയാൻ പോകുന്നില്ല, CBI വരാതെ. അത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും അറിയാം. അപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഇൻ കേസ് നമ്മളൊരു കണ്ടീഷനിൽ വെച്ച് പറയുകയാണ്, ഹൈക്കോടതിയിൽ നിന്ന് CBI അന്വേഷണം അനുവദിച്ചില്ലെങ്കിൽ കുടുംബത്തിന് കാര്യകാരണ സഹിതം സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാം. തീർച്ചയായിട്ടും സുപ്രീം കോടതിയിൽ പോകാം. സുപ്രീം കോടതി അത് പരിശോധിക്കും. എന്തുകൊണ്ട് ഇവർ ഹൈക്കോടതിയുടെ നിരീക്ഷണം സ്വീകരിക്കാതെ അപ്പീലുമായിട്ട് ഇവിടെ വന്നു? അപ്പോൾ അതിൻ്റെ കാര്യകാരണം ബോധ്യപ്പെടുത്തുന്ന ഒരു അഭിഭാഷകൻ ആണ് അവരുടേതെങ്കിൽ അവർക്ക് പിന്നെ സുപ്രീം കോടതിയിൽ നിന്ന് CBI അന്വേഷണം അനുമതി കിട്ടും. സുപ്രീം കോടതി പറഞ്ഞാൽ CBI അന്വേഷണം ഏറ്റെടുക്കാൻ കോടതി പറഞ്ഞാൽ തയ്യാറാണെന്ന് CBI ബോധിപ്പിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും പറഞ്ഞു. അപ്പോൾ അതിന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആവശ്യം ഇല്ലാതെ തന്നെ വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ പ്രോസിക്യൂഷൻ പക്ക പരാജയമല്ലേ? പ്രോസിക്യൂഷൻ പ്രതിഭാഗത്തിന് വേണ്ടി സംസാരിക്കുന്ന പോലെയാണല്ലോ സാർ. അതെ അതെ അതെ. പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ലേ അവർ ന്യായീകരിക്കുന്നത്. ഇപ്പോൾ CBI അന്വേഷണത്തിനെതിരായിട്ട് അപ്പീൽ പോയാൽ വാദിക്കുന്നത് ഗവൺമെൻറ് അഭിഭാഷകനല്ലേ? അതിൻ്റെ ആവശ്യമില്ല. കേരളത്തിൽ ഇതുവരെയുള്ള അന്വേഷണം പക്കയാണെന്ന് പറയുകയല്ലേ ഇപ്പോൾ ആവർത്തിച്ച്. ഏതായാലും നമുക്ക് ഈ ഒരു സമയത്ത് കോടതി എന്തായി അവരുടെ തീരുമാനം, കോടതി തീരുമാനം നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. സുജാതൻ സാറുമായി സംസാരിച്ചിരുന്നാൽ ഞങ്ങൾ ഇങ്ങനെ വീണ്ടും സംസാരിച്ചു പോകും. തൽക്കാലം നമ്മൾ ഈ സംസാരം നിർത്തുന്നു. തുടർന്നും ഇതിന്റെ ഡെവലപ്മെന്റ്സ് വരുമ്പോൾ നമ്മൾ കേസിന്റെ മറ്റ് ഡെവലപ്മെന്റ്സിലേക്ക് വരുമ്പോൾ നമുക്ക് സംസാരിക്കാൻ ഇനിയും ഒരുപാട് വിഷയങ്ങളുണ്ടാകും. ഇനി തദ്ദേശ ഇലക്ഷൻ ഒക്കെ വരുന്നുണ്ട്. നമുക്ക് സാറിന് ശരിക്കും അതിലൊരു നിരീക്ഷണമുള്ള വ്യക്തിയാണ്. നമുക്ക് തുടർന്നും സാറുമായിട്ട് സംസാരിക്കാം. നന്ദി.